ശക്തിയേറിയ മത്സരം നടക്കുന്ന ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ പോളിംഗ് ഇതുവരെ 48% എത്തിയിരിക്കുകയാണ്. വാശിയേറിയ മത്സരം തന്നെയാണ് ചാലക്കുടിയിൽ നടക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കുന്നത്തുനാട് മണ്ഡലത്തിലാണ്. 53.79% കുന്നത്തുനാട് പോളിംഗ് എത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ പെരുമ്പാവൂർ മേഖലയിൽ 49% മുകളിലേക്ക് പോളിംഗ് ഉയർന്നു. അതായത് LDFും UDFും തമ്മിൽ മത്സരം നടക്കുമ്പോഴും 2020 വലിയ സ്വാധീനം ഉണ്ടാക്കുന്ന രണ്ട് മേഖലകളാണ് ഈ കിഴക്കമ്പലം ഉൾപ്പെടുന്ന കുന്നത്തുനാടും ഒപ്പം തന്നെ പെരുമ്പാവൂർ മണ്ഡലവും. ഇവിടെ രണ്ടിടത്തും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയത് വലിയ തരത്തിലുള്ള കണക്ക് കൂട്ടലിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നുണ്ട്. നേരത്തെ സാബുവും ജേക്കബ് പ്രതികരിച്ചത് കുന്നത്തുനാട് ഉയർന്ന പോളിംഗ് കാണിക്കുന്നത് 2020 പ്രവർത്തകർ വലിയ തോതിൽ വോട്ട് രേഖപ്പെടുത്തിയതാണ് എന്നത് തന്നെയാണ്. ഒപ്പം LDFും UDFും തങ്ങൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട് ചാലക്കുടി മണ്ഡലത്തിൽ ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തുന്നത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. എന്തായാലും വാശിയേറിയ പോരാട്ടം തന്നെ ചാലക്കുടി മണ്ഡലത്തിൽ നടക്കുന്നു. വിവിധയിടങ്ങളിൽ പല പോളിംഗ് ബൂത്തുകളിലും വലിയ ക്യൂ അടക്കം വോട്ട് ചെയ്യാൻ എത്തുന്നവരുടെ കാണുകയും ചെയ്യുന്നു. രാവിലെയും വലിയ തോതിൽ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നു. ഉച്ചയ്ക്ക് ശേഷം കനത്ത പോളിംഗ് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാ ബൂത്തുകളിലും കുറെ നേരമായി കാത്തുക്കുന്നു. ഒത്തിരി നേരമായി കാത്തിരിക്കുന്നു. സാറല്ല 5 വർഷം കൂടുമ്പോഴാണല്ലേ? 5 വർഷം കൂടുമ്പോൾ കുറച്ചു നേരം കാത്തുന്നാലും കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. എങ്ങനെയുണ്ട് ചാലക്കുടിയിലെ മത്സരം? എന്റെ പൊന്നെ, ഞാൻ ബെഡല്ലായിരുന്നു, അറിയത്തില്ല. ആളുകൾ എല്ലാവരും എത്തിയിരുന്നു. ആരും എത്തിയില്ലേ ഞങ്ങളുടെ വീട്ടില്? എന്നാലും വോട്ടുകാർ മാത്രമേ എത്തിയുള്ളൂ, വേറെ ആരും എത്തി ഞാൻ കണ്ടില്ല. ഇല്ല. ആര് ജയിക്കും ചാലക്കുടിയിൽ? ജയിക്കണം, ഞാൻ വോട്ട് ചെയ്യുന്ന പാർട്ടി ജയിക്കണം. ജയിക്കും. അതാരാണെന്ന് രഹസ്യമാണ്. അത് രഹസ്യമാണ്. എങ്ങനെയുണ്ട് ചാലക്കുടിയിലെ മത്സരമൊക്കെ? ഒരുപാട് ആളുകളും പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നുണ്ടല്ലേ? വലിയ പോളിംഗ് ഒക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. ആര് ജയിക്കും ചാലക്കുടി? വോട്ട് കൂടുതൽ കിട്ടുന്നവർ വോട്ട് എത്ര കാത്തുന്നാലും വോട്ട് ചെയ്തിട്ടേ പോകുന്നുള്ളൂ. എന്തായാലും തന്നെ വലിയ പ്രായമൊക്കെ മറന്നതാ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ ബൂത്തിലും വലിയ നിര കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഉച്ച സമയത്ത് പോലും ആളുകൾ കൂടുതലായി പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നു. വലിയ തോതിൽ ആളുകൾ എത്തുന്നു. വലിയ പോളിംഗ് ശതമാനത്തിലേക്ക് ചാലക്കുടി പോകുന്നു എന്ന് തന്നെയാണ് ഈ സൂചനകൾ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ തവണ 80% മുകളിൽ ചാലക്കുടി മണ്ഡലത്തിൽ പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നു. ഇത്തവണ അതിലും മുകളിലേക്ക് പോളിംഗ് പോകുമോ എന്നതാണ് ഉറ്റുനോക്കുന്നത്. എന്തായാലും ഈ പോളിംഗ് ശതമാനം ഉയരുന്നത് ഇടത് വലത് മുന്നണികളും ഒപ്പം 2020 വലിയ പ്രതീക്ഷയോടെ ചാലക്കുടിയിൽ കാണുന്നുണ്ട്. അതിലും ചാലക്കുടി നല്ലൊരു ഫൈറ്റാണ് നടക്കുന്നത്. പലരും പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തുള്ള ഫൈറ്റ് ചാലക്കുടിയിൽ ഉണ്ട്. അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അവിടെ ഒരു ചതുഷ്കോണ 2020 വരവും യാക്കോബായ സഭയൊക്കെ എടുക്കുന്ന നിലപാട്, യാക്കോബായ സഭ ഇടത് അനുകൂല നിലപാടെടുക്കുന്നു. പക്ഷെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ യാക്കോബായ സഭാംഗമാണ് ബെന്നി ബെഹന്നാൻ. അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ സംശയമാണ്. അദ്ദേഹത്തിന് പുത്തൻ കുരിശുമായിട്ട് നല്ല ബന്ധവുമാണ്. അതുകൊണ്ട് സഭ പൊതുവെ ഇടതുപക്ഷ അനുകൂല സമീപനം എടുക്കുന്നെങ്കിലും ഒരു മാനേജറാണ്, ഒരു ഇലക്ഷൻ മാനേജ്. തീർച്ചയായും സീസൺഡ് പൊളിറ്റീഷ്യനാണ് ബെന്നി ബെഹന്നാൻ. പക്ഷെ അവിടെ സി രവീന്ദ്രനാഥിന് വോട്ട് അധികമായി സമാഹരിക്കാനുള്ള ചില സാധ്യതകൾ അവിടെ തുറന്നു കിടക്കുന്നുണ്ട്. ഇത്തവണ BJPയുടെ സ്ഥാനാർത്ഥിയല്ല, BDJSന്റെ സ്ഥാനാർത്ഥിയാണ്. അവിടെ നമ്മുടെ സർവേ അനുസരിച്ചാണെങ്കിൽ വോട്ട് ഷെയർ കഴിഞ്ഞ തവണ, അതായത് കഴിഞ്ഞ തവണ AN രാധാകൃഷ്ണനാണ് മത്സരിച്ചത്. AN രാധാകൃഷ്ണന് കിട്ടിയത്രയും വോട്ട് ഇത്തവണ NDAക്ക് കിട്ടാനുള്ള സാധ്യത ഇല്ല എന്നുള്ള പൊതു വിലയിരുത്തൽ. ഒപ്പം ചാർലി പോൾ എന്ന ജനകീയനായിട്ടുള്ള 2020 സ്ഥാനാർത്ഥി എന്നുള്ളതിലുപരി അദ്ദേഹം KCBCയുടെ മദ്യവിരുദ്ധ സമിതിയുടെ പ്രധാന സംഘാടകനാണ്. അപ്പോൾ കത്തോലിക്ക വോട്ടുകൾ, പ്രത്യേകിച്ച് അങ്കമാലി ആലുവ ബെൽറ്റിൽ വരുന്ന കത്തോലിക്ക ബെൽറ്റിൽ വരുന്ന വോട്ടുകളുടെ കുറവ്, കുന്നത്തുനാട് പിടിക്കുന്ന വോട്ട്, ഇതെല്ലാം കുറെ കാര്യങ്ങളുടെ ഒരു കോമ്പിനേഷനാണ് ചാലക്കുടിയിൽ. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു 100% ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന ഒരവസ്ഥയല്ല ചാലക്കുടി.